ഇവിടെ ഹീറോയിനും അവളുടെ ഹസ്ബൻഡും ഒരു വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. പക്ഷേ അതേ സമയത്ത് അവിടുത്തെ ഹൗസ് ഓണർ ആണെങ്കിൽ ഹീറോയിൻ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. ഇനി ആ വാടക വീടാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാനുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം മുന്നേ ഇവർ ആ വീട് മാറാനായിട്ട് തീരുമാനിക്കണം. അതിനായിട്ട് ഹീറോ ആണെങ്കിൽ അവൻ അനിയനോട് വീട് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ഇവർ ആ വീട് മാറാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് ആ വീട് ഇല്ലാന്ന് പറയാണ്. എന്നാൽ ഓൾറെഡി ഇവർ ആ വീട് മാറിപ്പോകുന്ന ഹൗസ് ഓണർ പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഇവ പറ്റാത്തതുകൊണ്ട് തന്നെ വീണ്ടും പോയി സമയം ചോദിക്കുകയാണ്. അതേ സമയത്ത് ഹീറോയിനാണെങ്കിൽ ഒരു ടൈലർ ആയിരിക്കും. പക്ഷേ ഇവിടെ അടുത്തേക്ക് തുണി കൊണ്ടുവരുന്ന ആരും നിങ്ങൾക്ക് പൈസ കൊടുക്കുന്നുണ്ടാവില്ല. ഇവൾ ചോദിക്കുമ്പോഴെല്ലാം അടുത്ത തവണ വരുമ്പോൾ പൈസ തരാന്ന് പറയാണ്. അതുപോലെ ഹീറോയിനാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഓണറിന്റെ വീട്ടിലേക്കാണെങ്കിൽ രണ്ടുപേര് വിരുന്ന് വരികയാണ്. പക്ഷേ ഇവള് പോലും പ്രതീക്ഷിക്കാതെ അവരാണെങ്കിൽ ഇവളുടെ വീട്ടിന് മുന്നിൽ വന്നിരിക്കും. എന്നിട്ട് അവരാണെങ്കിൽ നല്ല സൗണ്ടിൽ സംസാരിക്കാൻ തുടങ്ങാൻ. ഇത് കാരണം ഹീറോന്റെ ഉച്ചക്കുള്ള ഉറക്കവും മുടങ്ങി പോവുകയാണ്. എന്നാൽ ഇതാണെങ്കിൽ അവർ ദിവസവും റിപ്പീറ്റ് ചെയ്യാണ്. പക്ഷേ അത് ഹൗസ് ഓണർ ആയതുകൊണ്ട് ഇവൾക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഇവളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല. അതേ സമയത്ത് ഹീറോനാണെങ്കിൽ ഈ ഉറക്കമില്ലായ്മ കാരണം സ്ട്രെസ്സും ആൻസൈറ്റിയും വരുന്ന അവസാനം വയ്യാതെയാവും. ഡോക്ടറോട് കാണിക്കുമ്പോഴാണെങ്കിൽ കുറച്ച് സൗണ്ട് എല്ലാം ഒഴിവാക്കാനേ പറയണം. പക്ഷേ അടുത്ത ദിവസം ഓണർ ആണെങ്കിൽ ഇവിടെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ടെൻഷൻ ആവുന്ന ഹീറോനാണെങ്കിൽ അവളുടെ അവസ്ഥ പറഞ്ഞു കൊടുത്തിട്ട് കുറച്ച് സൗണ്ട് വന്നെങ്കിൽ സംസാരിക്കാൻ പറയും. പക്ഷേ ഒരു കാര്യം ഉണ്ടാവില്ല. അതുപോരാതെ ആ ലേഡി ആണെങ്കിൽ വെറുതെ പൈസ കൊടുക്കാതെ തുണി അടിക്കുന്നുണ്ടാവും. ഈ സ്ട്രെസ് മൂലം ഇവൾക്കാണെങ്കിൽ വീട് ജോലി നോക്കാൻ പറ്റുന്നില്ല. അതേ സമയത്ത് ഹസ്ബൻഡിനോട് ചണ്ട വരികയാണ്. അവസാനം ടെൻഷൻ ആവുന്ന ഹീറോനാണെങ്കിൽ അവർ റിവെഞ്ച് എടുക്കാനായിട്ട് അവരുടെ വീടിന് മുന്നിൽ കൊണ്ട് സ്പീക്കറിനെ വെക്കും. എന്നിട്ട് അതിലാണെങ്കിൽ നല്ല സൗണ്ടിൽ പാട്ടിട്ട് വിടുകയാണ്. വീടിന്റെ വെളിയിലാണെങ്കിൽ ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്കാണെങ്കിൽ വെളിയിൽ വരാൻ പറ്റുന്നില്ല. പക്ഷേ ഈ സൗണ്ട് വെക്കുന്ന ഹീറോനാണെങ്കിൽ സന്തോഷിക്കുന്നുണ്ടാവും. അങ്ങനെ അവസാനം ഹീറോനാണെങ്കിൽ മെന്റലി അൺസ്റ്റേബിൾ ആവുകയാണ്. ആ ദേഷ്യത്തിലാണെങ്കിൽ ആ പൈസ കൊടുക്കാത്ത പെണ്ണിന്റെ തുണിനെയും വെളിയിൽ കയറിയിട്ടുണ്ടാവും. അങ്ങനെ അവസാനം ഹീറോന്റെ ദേഷ്യം കാരണം ആ വീട് തന്നെ ഇല്ലാതാവുകയാണ്. ഒരു പക്ഷേ ആരെങ്കിലും നിങ്ങളുടെ ഓർക്കും ഇല്ലാതാക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് കമന്റ് ചെയ്യുക.